ഇന്ന ഫിൽ ജന്നതി മിഅത ദറജ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഇന്ന ഫിൽ ജന്നതി മിഅത ദറജ. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ 100 പദവിയാണുള്ളത്. ഓരോ പദവികൾക്കിടയിൽ 1000 വർഷത്തെ വഴിദൂരമുണ്ട്. പ്രവാചകൻ അവിടെ നിന്ന് തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, സ്വർഗത്തിലും സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് അവിടെ ലോക്കൽ ഉണ്ട്, VIP ഉണ്ട്, VVIP ഉണ്ട്. ഇങ്ങനെ പ്രവാചകൻ തന്റെ അനുചരന്മാരോട് സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചും ആ സ്വർഗത്തിലെ പദവികളെ കുറിച്ചും അവിടെ ഒരു അടിമയ്ക്ക് കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ച് പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്ത് ഇങ്ങനെ അത്ഭുതത്തോടെ ഇരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ആ സ്വർഗത്തിലെ കൊട്ടാരങ്ങളെ കുറിച്ച്, ഹൂറിൽങ്ങളെ കുറിച്ച് പ്രവാചകൻ തന്റെ അനുചരന്മാരോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, സഹാബാ ഇന്ന ഫിൽ ജന്നതി മിഅത ദറജ വഅലാഹാ ജന്നാത്തുൽ ഫിർദൗസ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു, സഹാബാ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിൽ 100 പദവിയാണുള്ളത്. ഓരോ പദവികൾക്കിടയിൽ 1000 വർഷത്തെ വഴിദൂരമാണ്. 1000 വർഷത്തെ വഴിദൂരമാണ്. ആ പടച്ചവന്റെ സ്വർഗത്തില് 100ാമത്തെ പദവി ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ സ്വർഗത്തിലെ 100ാമത്തെ പദവിയായ സ്വർഗമേതെന്നറിയുമോ? അൽ ജന്നാത്തുൽ ഫിർദൗസ്. അത് ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ, അല്ലാഹുവിന്റെ സ്വർഗത്തിലെ 100ാമത്തെ പദവിയുള്ള സ്വർഗമേതെന്നറിയുമോ? അത് ജന്നാത്തുൽ ഫിർദൗസ് ആണെന്ന് പ്രവാചകനെ പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നു, സ്വഹാബാ ആരെങ്കിലും അല്ലാഹുവിനോട് സ്വർഗം ചോദിച്ചാ, എന്റെ പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമാണ്. അല്ലാഹുവേ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമോ നമ്മൾ നിസ്കരിച്ചാലും ഖുർആൻ ഓതിയാലും വഅദ പറഞ്ഞാലും വഅദ കേട്ടാലും സദഖ കൊടുത്താലും പടച്ചവനെ എന്തിനൊരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ അതിന് പകരം സ്വർഗം തരണേ എന്ന് ഞാനും നിങ്ങളും അല്ലാഹുവിനോട് ചോദിക്കുന്നവരാ എന്റെ പ്രിയമുള്ളവരാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബാ ആരെങ്കിലും അല്ലാഹുവിനോട് ദുആ ചെയ്താൽ, ആരെങ്കിലും അല്ലാഹുവിനോട് സ്വർഗം ചോദിച്ചാ, എനിക്ക് സ്വർഗം തരണേ എന്ന് ആരെങ്കിലും പ്രവാചകര് അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ആരെങ്കിലും അല്ലാഹുവിനോട് സ്വർഗം ചോദിച്ചാ, ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗം ചോദിക്കണേ. ആരെങ്കിലും അല്ലാഹുവിനോട് എനിക്ക് സ്വർഗം തരണേ എന്ന് ദുആ ചെയ്യുകയാണെങ്കിൽ ഏത് സ്വർഗം ചോദിക്കണമെന്നറിയുമോ? ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗമാണ് ചോദിക്കേണ്ടത്. പോയാ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിലേക്കാണ് കടന്നു പോകേണ്ടത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വർഗത്തിലെ 100ാമത്തെ പദവിയെ കുറിച്ച് തന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുമ്പോ അവിടുന്ന് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഈ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗം ആർക്കുള്ളതാ നബിയേ? അത് പ്രവാചകന്മാരുടെ, എന്റെ പ്രിയമുള്ളവരെ, ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗമുണ്ടല്ലോ, ആ സ്വർഗ്ഗം ആർക്കുള്ളതാണെന്നറിയുമോ? അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ ദുആ ചെയ്യാൻ പറഞ്ഞത്. എല്ലാവരോടും വസീല തേടാൻ, എല്ലാവരോടും ദുആ ചെയ്യാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് ആ ജന്നാത്തുൽ ഫിർദൗസ് കിട്ടാരാ എപ്പോഴാണ് ദുആ ചെയ്യുന്നത്? ഞാനും നിങ്ങളും ദുആ ചെയ്യുന്നവരാണ്. ഞാനും നിങ്ങളും ദുആ ചെയ്യുന്നവരാ. എപ്പോഴാണ് ദുആ ചെയ്യുന്നത്? പടച്ചറപ്പിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാഹ്, പടച്ചവന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമല്ലോ. ആ ബാങ്ക് വിളിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ്, പള്ളിയിലെ
മുഅദ്ദിന് ബാങ്ക് വിളിച്ചു കഴിയുമ്പോ രണ്ട് കൈയും അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് ഞാനും നിങ്ങളും ചെയ്യുന്ന ഒരു ദുആയുണ്ടല്ലോ. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദിനിൽ വസീലത വൽ ഫദീലത വദ്ദറജത റഫീഅ വബഅസുഹു മഖാമൻ മഅമൂദൻ الذي وعدته وارزقنا شفاعة يوم القيامة. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയോ, നിങ്ങൾ ബാങ്കിന് ശേഷം ദുആ ചെയ്യണേ, എന്റെ വസീല തേടണേ, എന്റെ ശഫാഅത്ത് തേടണേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നമ്മളിൽ പലരും ദുആ ചെയ്യുന്നവരോ, പക്ഷേ ആ ദുആ ചെയ്യുന്ന അവസ്ഥയിൽ നമ്മുടെ സാഹചര്യം എങ്ങനെയെന്നറിയുവോ? എന്റെ പ്രിയമുള്ളവര്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരികയാണ്, ബാങ്ക് വിളിച്ചിട്ട് ഞാനും നിങ്ങളും ദുആ ചെയ്യുന്നവരാ, പക്ഷേ ബാങ്കിന്റെ മഹത്വം എന്താണെന്നറിയില്ല. ആ ബാങ്കിന്റെ ദുആയുടെ മഹത്വം എന്താണെന്ന് നമ്മളിൽ പലർക്കും എന്റെ പ്രിയമുള്ളവരെ അറിയില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, എന്റെ പ്രിയമുള്ളവരെ, ആ ബാങ്കിന്റെ മഹത്വം എന്തെന്നറിയുവോ? മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറഞ്ഞു തരികയാണ്, എന്റെ പ്രിയമുള്ളവരെ, ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളില് 6 സമയങ്ങളിൽ സംസാരിക്കാൻ പാടില്ല. 6 സമയങ്ങളിൽ ദുനിയാവിന്റെ കാര്യം ഒരു മനുഷ്യന് പറയാ പാടില്ല. ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളില് 6 സ്ഥലങ്ങളിൽ ഒരു മനുഷ്യന് ദുനിയാവിന്റെ കാര്യം സംസാരിച്ചാൽ അവന്റെ 30 വർഷത്തെ ഇബാദത്ത് നഷ്ടപ്പെടുകയോ, അവൻ 30 കൊല്ലം ചെയ്തത് മുഴുവനും പടച്ചവനെ നഷ്ടപ്പെട്ടു പോകുമെന്ന് മഹാനായ അലിയാർ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ 30 വർഷത്തെ അമല് നഷ്ടപ്പെട്ടു പോകുന്നു. ഒന്നാമത്തെ സമയം ഏതെന്നറിയുവോ? അത് പടച്ചറപ്പിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയമുണ്ടല്ലോ. അല്ലാഹുവിന്റെ ഭവനത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയമുണ്ടല്ലോ. ആ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യർ ദുനിയാവിന്റെ കാര്യം സംസാരിച്ചാൽ അവന്റെ 30 കൊല്ലത്തെ ഇബാദത്ത് നഷ്ടപ്പെട്ടു പോകുമെന്ന് എന്റെ പ്രിയമുള്ളവരെ അലിയാര് നിങ്ങൾ പഠിപ്പിച്ചു തരുമ്പോ, നമ്മൾ അധികം പേരും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന സമയം എപ്പോഴോ? ആ ബാങ്ക് വിളിക്കുന്ന സമയത്ത് മിണ്ടാതെ ഇരിക്കണം. സംസാരിക്കുന്നവന് കിട്ടുന്ന ശിക്ഷ എന്തെന്നറിയുവോ? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാര് പറഞ്ഞു കൊടുത്താലും പറയാൻ അവനെ കൊണ്ട് കഴിയില്ലോ. അവന്റെ നാവ് പൊങ്ങില്ല എന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ അതിനെ കുറിച്ച് അറിയാത്ത ഒരു മനുഷ്യനും ഈ സദസ്സിലില്ല. പക്ഷേ നമ്മൾ ആ സമയത്ത് സംസാരിക്കുന്നവരോ, എന്റെ പ്രിയമുള്ളവരെ, ആ ബാങ്ക് വിളിച്ചതിന് ശേഷമുള്ള ദുആയുണ്ടല്ലോ, അല്ലാഹുവേ, പ്രവാചകന്റെ ശഫാഅത്ത് ചോദിക്കുന്ന സമയമാണല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, സഹാബ, ആരെങ്കിലും അല്ലാഹുവിനോട് സ്വർഗം ചോദിച്ചാൽ, ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗം ചോദിക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ആരെങ്കിലും അല്ലാഹുവിനോട് സ്വർഗം ചോദിച്ചാൽ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം ചോദിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആരെങ്കിലും അല്ലാഹുവിനോട് സ്വർഗം തരണേ എന്ന് ചോദിച്ചാൽ ജന്നാത്തുൽ ഫിർദൗസ് ചോദിക്കണം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യാൻ പറഞ്ഞു. ബാങ്കിന് ശേഷമുള്ള ദുആ, ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഒരു പരിഗണനയുമില്ല. ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നവൻ അങ്ങനെ തന്നെ ഇരിക്കും, ഒന്ന് വെക്കത്തുനിന്ന് താഴ്ത്തൊന്നുമില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 6 സമയങ്ങളിൽ സംസാരിക്കാൻ പാടില്ല. 6 സമയങ്ങളിൽ സംസാരിക്കാൻ പാടില്ല. 6 സമയങ്ങളിൽ ആരെങ്കിലും സംസാരിച്ചാൽ അവന്റെ 30 കൊല്ലത്തെ ഇബാദത്ത് നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ആ 6 സമയങ്ങളിൽ ഒന്നാമത്തെ സമയം ബാങ്ക് വിളിക്കുന്ന സമയം. ഈ സദസ്സിരിക്കുന്ന എല്ലാവർക്കും അറിയാം, ആ സമയത്ത് സംസാരിക്കാൻ പാടില്ല. ആ സമയത്ത് സംസാരിക്കുന്നവന് നല്ല മരണം കിട്ടില്ല എന്ന് അറിയാത്ത ആരുമില്ല. മദ്രസയിൽ 2ാം ക്ലാസ്സിൽ പഠിപ്പിക്കണ ഇൽമ.
എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു, പോയാൽ ജന്നാത്തുൽ ഫിർദൗസിൽ പോകണം. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകനോട് സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, ഈ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം ആർക്കുള്ളതാണ്? ഈ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം ആർക്കുള്ളതാണ്? പ്രവാചകൻ അവിടെ നിന്ന് തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു, അത് പ്രവാചകന്മാർ 1,24,000 വരെ വരുന്ന അംബിയ മുർസലീങ്ങൾ, അതൻ നബി അലൈഹിസ്സലാം മുതൽ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള പ്രവാചകന്മാർ, ശുഹദാക്കൾ, അവർക്കുള്ള പ്രതിഫലമാണ് ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം. അവിടെ പ്രവാചകന്മാരും ശുഹദാക്കളുമാണ് കടന്നു പോകുന്നത്. പ്രവാചകൻ ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, അവിടെ പ്രവാചകന്മാരും ശുഹദാക്കളും മാത്രമേ കടക്കത്തുള്ളൂ, ഞങ്ങൾക്കൊന്നും പോകാൻ അവസരമില്ല. പ്രവാചകന്മാരും ശുഹദാക്കളും അല്ലാതെ മറ്റാരെങ്കിലും അവിടെ കിടക്കുമോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിക്കുന്ന മുഖത്തോടെ പറഞ്ഞു, 6 നന്മ ആര് ജീവിതത്തിൽ ചെയ്യുന്നു, 6 നല്ല കാര്യം ആരുടെ ജീവിതത്തിലുണ്ടോ, അവന് ജന്നാത്തുൽ ഫിർദൗസ് ഉണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 6 നല്ല കാര്യം ആര് തന്റെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടോ, അവൻ ജന്നാത്തുൽ ഫിർദൗസിന്റെ അവകാശിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ, അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് 6 ഞാൻ പറയാമെന്ന് വാക്കൊന്നും പറയൂല. എനിക്ക് തന്നിരിക്കുന്ന സമയം, ആ സമയത്തിന്റെ ഉള്ളിൽ പറയാൻ പറ്റുന്നത് പറയാം, എന്നിട്ട് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അനുസരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒന്ന് കൂടിക്കൂടെ? പോയാ എവിടെ പോണം? സ്വർഗത്തിൽ പോയാൽ എവിടെ പോണം? സ്വർഗത്തിൽ പോയാൽ എവിടെ പോണം? ജന്നാത്തുൽ ഉസ്താദ് ഒന്ന് കേറിയാ മതി. ജന്നാത്തുൽ ഫിർദൗസിൽ പോയില്ലെങ്കിൽ സ്വർഗത്തിൽ ഒന്ന് കേറിയാ മതി. അങ്ങനല്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളൊക്കെ എല്ലാവർക്കും അറിയാൻ മരിക്കുന്നു, ഇല്ലേ? എല്ലാവർക്കും അറിയാൻ മരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ സ്വർഗത്തിൽ പോകുമെന്ന്. കാരണം ഏതെങ്കിലും ഒരു മനുഷ്യൻ മനസ്സറിഞ്ഞുകൊണ്ട് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ടുണ്ടോ, അവൻ എന്തെങ്കിലും സ്വർഗത്തിൽ കിടക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്തായാലും നമ്മളൊക്കെ സ്വർഗത്തിൽ പോകും. ഷഹാദത്ത് കലിമ മനസ്സറിഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ള സർവ്വ മുസ്ലിമും എത്ര പാപം ചെയ്തവനാണെങ്കിലും അവന്റെ ശിക്ഷ അനുഭവിച്ചതിന് ശേഷമെങ്കിലും പോകും. അപ്പൊ എന്തായാലും നമ്മൾ സ്വർഗത്തിൽ പോകും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ പോകുമ്പോ എവിടെ പോകണം? ജന്നാത്തുൽ ഫിർദൗസിൽ പോകണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്തായാലും ഒരു ദിവസം മരിക്കൂലേ? വിശ്വാസം ഉണ്ടാ? മരിക്കൂന്ന് ഉറപ്പുള്ളവരൊന്ന് കൈ പൊക്കിക്കും. അതില് എന്നിട്ട് പിന്നെ എന്ത് നന്നാവാത്തെ? എല്ലാവർക്കും അറിയാൻ മരിക്കുമെന്ന്, സിറാജിനും അറിയാൻ മരിക്കും, നിങ്ങൾക്കും അറിയാൻ മരിക്കും. പിന്നെയും നമ്മൾ നന്നാകാത്തത് എന്തുകൊണ്ടെന്നറിയോ? നമ്മുടെ മനസ്സെപ്പോഴും പറയടാ, ഇപ്പോഴെങ്ങും മരിക്കൂലടാ, നമ്മൾ നന്നാകാത്തത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മരിച്ചാലും അന്തസ്സോടെ മരിക്കണം. അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അന്തസ്സോടെയുള്ള മരണം എന്ന് പറഞ്ഞാൽ, ഈ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ അടുക്ക വന്നിരുന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ പറഞ്ഞുതരാ, ഓൻ അറിയാഞ്ഞിട്ടാ പറഞ്ഞു കൊടുക്കണം. ഈ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന് ഷഹാദത്ത് കലിമ പറയാൻ അറിയാഞ്ഞിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. എല്ലാവർക്കും അറിയാം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മരിച്ചാൽ എങ്ങനെ മരിക്കണം എന്നറിയും? മരിച്ചാലും അന്തസ്സോടുകൂടി മരിക്കണം. അന്തസ്സോടുകൂടിയുള്ള മരണം എന്ന് പറഞ്ഞാൽ, നീ മരിക്കാൻ കിടക്കുമ്പോൾ ഷഹാദത്ത് കലിമ പറഞ്ഞു തരാൻ ആരും വേണ്ട. നിന്റെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ആരും പറഞ്ഞു തരാൻ വേണ്ട. നിന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കിന്റെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഷഹാദത്ത് കലിമ. അത് വായിച്ചിട്ട് അന്തസ്സോടെ മരിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എവിടെ എഴുതി വെച്ചിട്ടുണ്ട്? പറ മനുഷ്യന്മാരെ, എവിടെ എഴുതി വെച്ചിട്ടുണ്ട്? റൂഹ് പിടിക്കാൻ വരുന്ന മലക്കിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടെന്ന്. അത് വായിക്കണം. എനിക്ക് ആരും പറഞ്ഞുതരാനൊന്നും വേണ്ട. ചങ്ങാതിയുടെ മുഖത്ത് നോക്കിയിട്ട് വായിക്കണം, എന്നിട്ട് അങ്ങോട്ട് പോകണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആഗ്രഹമുണ്ടാ? അത് വായിക്കാൻ ആഗ്രഹമുള്ളവരെന്ന് കൈവക്കിക്കേ. ഓസിന് കിട്ടൂല, 3 കാര്യം ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്നാ പക്കല്ലേ അത്. ഓസിന് അങ്ങ് കിട്ടൂല. റൂഹ് പിടിക്കാൻ വരുന്ന മലക്കിനെ കാണുമ്പോ ഇവിടെ സർവ്വതം കളഞ്ഞിട്ട് വായും തുറന്ന് ഇങ്ങനെ അടക്ക ഓരോ മനുഷ്യന്മാര്. ഇസ്രായേലിലെ റൂഹ് പിടിക്കാൻ വരുമ്പോ അത് കണ്ടിട്ടില്ലേ? ഈ മയ്യത്ത് കുളിപ്പിക്കുന്നവർ കണ്ടിട്ടില്ലേ? കാണാൻ സുന്ദരനായിരുന്നു, പക്ഷെ മരിച്ചു അടക്കുമ്പോ മുഖമെല്ലാം കൂടെ കരിക്കട്ടയെ പോലെ ഇരിക്കുക. വായിലൂടെ പതയുന്നവരെയൊക്കെ വന്ന് കണ്ണിങ്ങനെ പോത്തി എത്തി കിടക്കണ പോലെ കണ്ണൊക്കെ തെള്ളി മലമൂത്ര വിസർജനം നടത്തിയിട്ട് ഇങ്ങനെ കിടക്ക. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇസ്രായേലിനെ കാണുമ്പോ തന്നെ പേടി തോന്നി. മൂത്രമൊഴിക്കണ പോയിട്ട് സർവ്വതം കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പൊ ആ ചങ്ങാതിയുടെ മുഖത്ത് എഴുതിയിരിക്കണത് വായിക്കണമെങ്കിൽ നിസ്സാരമായിട്ടൊന്നും കിടക്കില്ല. ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. 3 കാര്യങ്ങൾ നീ നിന്റെ ജീവിതത്തിൽ ചെയ്യും, നിനക്ക് അള്ളാഹു ഭാഗ്യം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ വിഷയം അല്ലാത്തതുകൊണ്ട് ഞാൻ പറയണില്ല. പോകുമ്പോ നല്ലതുപോലെ പോകണം. അള്ളാഹു നല്ല യാത്ര നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
ഇൻഷാ അല്ലാഹ് ഇന്ന് എല്ലാവരും നല്ലതുപോലെ കേട്ടോ, നല്ല കാര്യങ്ങൾ ചെയ്തോ. ഇനി ആരും നാളെ വഴുതു വെക്കാനില്ല. ഈ സദസ്സിരിക്കുന്ന എല്ലാവരോടും ആദ്യം തന്നെ പറയാ, ഇന്ന് നിന്റെ ജീവിതത്തിൽ അവസാനത്തെ വഴുതും രാത്രിയൊക്കെയാണ്. നല്ലതുപോലെ ഇരുന്നോ, കേട്ടോ, നല്ലതുപോലെ അങ്ങോട്ട് നിയ്യത്ത് ചെയ്ത് ദുആ ചെയ്തിട്ട് ഇറങ്ങിക്കോ. നാളെ ഇതേ സമയം കുമ്മൻ ഉസ്താദ് വഴുതു പറയാറുണ്ട്. നീ പള്ളിക്കാട്ടി കിടന്ന് കേൾക്കണം. അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് പള്ളിക്കുഴി പോകാം, അതുകൊണ്ട് റെഡി ആയിട്ട് അങ്ങോട്ട് ഇരുന്നോ. ജീവിതത്തിൽ നല്ലതൊക്കെ ഇന്ന് ദുആ ചെയ്യുമ്പോ കരഞ്ഞു. കാരണം നിനക്ക് ഇന്നും കൂടെ അവസരമുള്ളൂ, നാളെ ഇല്ല. ഇന്നും കൂടെ ഉള്ളൂ. നന്നാകണോ നശിക്കണോ നീ തീരുമാനിക്കും. ഇന്നത്തെ ദിവസം നിനക്കുള്ളത്, സിറാജിനുള്ളത്, നിങ്ങൾക്കുള്ളത്, ഉസ്താദന്മാർക്കുള്ളത്. വേണമെങ്കിൽ നന്നായിക്കോ. ഇനി ഒരു അവസരം നിനക്കില്ല, ഇനി തന്നില്ല എന്ന് അള്ളാഹുവിന്റെ പറയുന്നത്. എനിക്കൊരവസരം തന്നില്ലല്ലോ അല്ലാ എന്ന് ഒരു മനുഷ്യനും പരാതി പറയരുത്. അള്ളാഹു നന്നാവാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ആ ഫിർദൗസിന്റെ അവകാശികൾ ആരാ നബിയേ? ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലെ 100ാമത്തെ പദവിയായ ആ സ്വർഗ്ഗത്തിന്റെ അവകാശി ആരാ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകന്മാരുടെ കൂടെ കിടക്കുന്ന ആ വിഭാഗം ആരാ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ ഒന്നാമതായി പറഞ്ഞു കൊടുക്കുകയാ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗത്തിലെ ജന്നാത്തുൽ ഫിർദൗസിന്റെ 1ാമത്തെ അവകാശി ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബാ, അല്ലാഹു കൊടുത്തിരിക്കുന്ന ആയുസ്സുണ്ടല്ലോ, അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഈ ജീവിതമുണ്ടല്ലോ, ആരല്ലാഹുവിന് കൊടുക്കുന്നുണ്ടോ അവന് ഫിർദൗസിന്റെ അവകാശിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തന്നിരിക്കുന്ന ഈ ജീവിതമുണ്ടല്ലോ, എന്റെ പ്രിയമുള്ളവരെ, ആത്മാർത്ഥമായി നെഞ്ചത്ത് കൈവച്ചിട്ട് പറയാൻ കഴിയുമോ? നിന്റെ ജീവിതം അല്ലാഹുവിന് വേണ്ടിയാണ്. ഈ വഅദ് പറയുന്ന സിറാജിന് ഈ 31 കൊല്ലത്തെ ഈ ആയുസ് റബ്ബിനാണ് കൊടുത്തതെന്ന് പറയാൻ എനിക്ക് കഴിയില്ലല്ലോ. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം അല്ലാഹുവിന് കൊടുക്കണം. പടച്ചറപ്പ് തന്ന ഈ ആയുസ് പടച്ചറപ്പിന് കൊടുത്താല് എന്റെ പ്രിയമുള്ളവരെ, ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗത്തിൽ നിനക്ക് കിടക്കാകടിയോ? എന്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും അല്ലാഹു തന്ന ആയുസ് ഇങ്ങനെ വെറുതെ കളയുകയാ. ഒരു വിലയും നൽകാറില്ലല്ലോ, സമയത്തിനൊരു വിലയില്ലല്ലോ, പാഴാക്കി കളയുന്നവരാണല്ലോ. എങ്കിൽ ഈ സമയത്തിനൊരു വിലയുണ്ട് ചെറുപ്പക്കാരാ. ഈ സമയത്തിന്റെ വില മനസ്സിലാകുന്നത് എപ്പോഴെന്നറിയുമോ? ചുമ്മാതെ തള്ളിക്കളയുന്ന, നിസാരമായി തള്ളിക്കളയുന്ന ഈ സമയത്തിന്റെ വില നിനക്ക് തിരിയുന്നത് എപ്പോഴെന്നറിയുമോ? അല്ലാഹുവേ, പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അസ്റായിലിനെ കാണുന്ന സമയമുണ്ടല്ലോ, അസ്റായിലിനെ കാണുന്ന സമയമുണ്ടല്ലോ, പടച്ചവരേ, വലയു അഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഈ പാഴാക്കി കളയുന്ന സമയത്തിന്റെ വില നിനക്ക് മനസ്സിലാകുന്നത് എപ്പോഴെന്നറിയുമോ? ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. അസ്റായില് നിന്നെ കൊണ്ടുപോകാൻ വരുന്ന സമയമുണ്ടല്ലോ, അപ്പോഴാണ് തിരിയുന്നത്, അപ്പോഴാണ് മനസ്സിലാകുന്നത്. അവിടെ കിടന്നിട്ട് നീ തെണ്ടുന്നു അസ്റായില്, ഒരു നിമിഷം അസ്റായില്, ഒരു സെക്കൻഡ് അസ്റായില്. ഞാനും നിങ്ങളും മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഒരു നിമിഷത്തിന് വേണ്ടി അല്ലാഹുവേ കടന്ന് യാചിക്കുമെന്ന് ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, പാഴാക്കി കളയുന്ന സമയത്തിന് വല്ലാത്ത വിലയാ. അല്ലാഹു തന്നിരിക്കുന്ന ആയുസ് നിനക്ക് സുഖിക്കാനാണെന്ന് നീ കരുതുന്നുണ്ടോ? നിനക്ക് തോന്നുന്നത് പോലെ ജീവിക്കാനാണെന്ന് തോന്നുന്നുണ്ടോ? അല്ലാഹു തന്നെ എന്നോടും നിങ്ങളോടും ചോദിക്കുകയാ. അല്ലാഹു ഒരു ഭീഷണിയുടെ സ്വരത്തിലാണ് ചോദിക്കുന്നത്, ഒരു താക്കീതിന്റെ സ്വരത്തിലാണ് ചോദിക്കുന്നത്. ഏ മനുഷ്യ, നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെ
വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ചെറുപ്പക്കാരാ? അല്ലയാ മോനെ ചോദിക്കുന്നത്, അല്ലാഹു തന്നെയാ ചോദിക്കുന്നത്. നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? സുഖിക്കാനാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല ചെറുപ്പക്കാരാ, നിനക്ക് തോന്നുന്നത് പോലെ തിന്ന് കുടിച്ചു ആസ്വദിച്ച് നടക്കാനല്ല അല്ലാഹു നിന്നെ സൃഷ്ടിച്ചതെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഇവിടത്തെ പള്ളിക്കാട്ടിൽ നിന്ന് എഴുന്നേറ്റ പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പിന്താരങ്ങളിൽ കുടികുത്തിവെച്ച് ഇടഞ്ഞും നടന്ന കുഷ്ഠരോഗിയെ പോലെ ഉകുതമലയോളം വലിപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് 41 വിഭാഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു പോകുമല്ലോ. വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയാത്ത പരലോകമാണല്ലോ. ഒരു പെണ്ണ് പ്രസവിച്ച വേദന അറിയാത്ത പരലോകമാണല്ലോ. പിഞ്ചു കുഞ്ഞുങ്ങൾ പേടിച്ചിട്ട് മുടി നിറച്ചു പോകുന്ന പരലോകമാണല്ലോ. തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന പരലോകമാണല്ലോ. തലയുടെ മുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന പരലോകമാണല്ലോ. എല്ലാവരും തലതാറ്റി പിടിച്ച് കരയുന്ന പരലോകമാണല്ലോ. നരകത്തെ കാണുന്ന പരലോകമാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ആ പരലോകത്ത് വെച്ച് അല്ലാഹു മനുഷ്യരോട് ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം എന്തെന്നറിയോ ചെറുപ്പക്കാരാ? നാളെ പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് കടന്നു ചൊല്ലുമ്പോൾ അല്ലാഹു ഒന്നാമതായി ചോദിക്കുന്ന ചോദ്യം എന്തെന്നറിയുമോ? ഞാൻ തന്ന ആയുസ് നീ എന്തിനു വേണ്ടി ചെലവഴിച്ച ചെറുപ്പക്കാരാ? നിന്റെ ജീവിതം നീ എന്തിനു വേണ്ടി ചെലവഴിച്ചോ? പടച്ചറപ്പ് ചോദിക്കുന്ന ചോദ്യമുണ്ടല്ലോ. ആ ചോദ്യത്തിന് മറുപടി പറയാതെ വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാ കഴിയില്ല മുസ്ലിമേ. അങ്ങനെ ഒരു ദിവസം നിനക്ക് വരാനുണ്ട്. അന്നോടാ കഴിയില്ലല്ലോ. കാലനക്കണമെങ്കിൽ അല്ലാഹു തീരുമാനിക്കണം. അങ്ങനെ ഒരു ദിവസം നിനക്ക് വരാറുണ്ട് ചെറുപ്പക്കാരാ. ആ പരലോകത്ത് വെച്ച് നീ നരകം കാണുന്ന ഒരു സമയമുണ്ട്. നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കും മലക്കും തന്റെ അനുയായികളും പടച്ചുറപ്പേ വഇദാ റഅത്തഹും മിൻ മകാനിൻ ബഈദ് സമിഉ ലഹാ തഗയ്യുറൻ വസഫീറാ. നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കെന്ന മലക്കും തന്റെ അനുയായികൾ നരകത്തിന്റെ ഒരു ഭാഗത്തെ 70,000 ചങ്ങലയിൽ കെട്ടുകയോ. ഒരു ചങ്ങലയിൽ പിടിക്കുന്നത് 70,000 മലക്കുകളോ. ഒരു ചങ്ങലയിൽ ഒരു കുളത്തിന്റെ വലിപ്പം ഈ പ്രപഞ്ചത്തിനെക്കാളും വലുതോ. കോടാനുകോടി മലക്കുകൾ കരഞ്ഞു വിളിച്ചുകൊണ്ട് പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് അവന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന കാഴ്ച കാണുമ്പോ എന്റെ പ്രിയമുള്ള മുസ്ലിമേ, നീ അവിടെ ഇരുന്നു കൊണ്ട് റബ്ബിനോട് പറയുന്നത്, റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ. അവിടുന്ന് പറയുന്നു, അല്ലാ കണ്ടുപടച്ചവര്, എന്റെ കണ്ണുകൊണ്ട് കണ്ടുപടച്ചവര്, നരകത്തിന്റെ തീ കണ്ടുപടച്ചവര്, നരകത്തിന്റെ ആഴം കണ്ടുപടച്ചവര്, നരകത്തിന്റെ വിളി കേട്ട് പടച്ചവര്, അതുകൊണ്ട് ഫർജിഅനാ ഒരവസരം കൂടെ തരുമോ അല്ലാ? ഒരവസരം കൂടെ തരുമോ അല്ലാ? ഒരു ചാൻസ് കൂടെ തായെന്ന് നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് കിടന്ന് യാചിക്കുമെന്ന് ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ജീവിതം സുഖിക്കാറുള്ളതല്ലോ. എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. എവിടെയും കേറി വരുമല്ലോ മരണം. മരണത്തിന് കേറി വരേണ്ട സ്ഥലമല്ലാഹു എവിടെയാണ് വരേണ്ടതെന്നറിയില്ലല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ചിലപ്പോൾ വിവാഹത്തിന്റെ വീട്ടിലേക്ക് കടന്നു വരാ, പടച്ചവനെ മണിയറക്കകത്തേക്ക് കടന്നു വരാ, അല്ലെങ്കിൽ പ്രസവിച്ച 9.5 മാസക്കാലം വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്നു മരണവേദനയുടെ വേദനയും